ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിരിച്ചടി നേരിടാൻ പോകുന്നത് ആർക്കായിരിക്കും? സുരേഷ് ശാന്തത പോകും. നിങ്ങൾ സിദ്ധാർത്ഥനെ കടിച്ചു തൂങ്ങിയാൽ എൻ്റെ ശാന്തത പോകും. അതെൻ്റെ സിൻസിയറിറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. FIR എവിടായി? അഭിമന്യു ആരാ? ABVP കാരനാണോ? അല്ലല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കും. KSU കാരനും അല്ലല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിരിച്ചടി നേരിടാൻ പോകുന്നത് ആർക്കായിരിക്കും? സുരേഷ് ഒരു ഒപ്പീനിയൻ അത് ജനങ്ങൾ പറയണം. ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യം. ജനങ്ങൾ പറയണം. ജനങ്ങളുടെ ചില ചേഷ്ടകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ മനസ്സിലാക്കൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പെൻഷനൊക്കെ ഉള്ളത് വലിയ ആളുകൾ പറയുന്നു. അതെ, എല്ലാം ദുരിതമായിട്ട് ബ്രാക്കറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഓരോ ബ്രാഞ്ചസ് അങ്ങോട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, ആണോ? അത് ജനങ്ങളുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലാവും. ചേഷ്ടയല്ലല്ലോ പ്രധാനം, അവരുടെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലേ. ആ ഡിസിഷനിൽ നിന്ന് നമുക്ക് നിശ്ചയിക്കാം. ഇന്നിപ്പോ കെ റൈസ് എന്ന് പറഞ്ഞിട്ട് 3 മേഖലകളിൽ 3 തരം അരി വിതരണം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും അരി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ത് പേര് വേണേ ഇട്ട് വിളിച്ചോട്ടെ. റൈസോ, ഭാരത് റൈസോ, കെ റൈസോ, എന്ത് വേണേ വിളിച്ചോട്ടെ. ജനങ്ങൾക്ക് കിട്ടുമല്ലോ. അത് ഈ ഭാരത് റൈസ് വന്നതിന്റെ തുടർച്ച. ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതാ ഞാൻ പറഞ്ഞ ചേഷ്ട. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്ന് വെച്ചാൽ അവർ വാങ്ങാതിരിക്കത്തില്ല. ഇപ്പോൾ മോദി പണിത റോഡാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കുകയാണോ? അല്ലേ? ഓക്കെ, താങ്ക് യു. ശാന്തത പോകും. നിങ്ങൾ സിദ്ധാർത്ഥനെ കടിച്ചു തൂങ്ങിയാൽ എൻ്റെ ശാന്തത പോകും. അതെൻ്റെ സിൻസിയറിറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ദേഷ്യപ്പെടുന്നത് എവിടെയാണ് ജനാധിപത്യ വിരുദ്ധമാണ്? ആത്മാർത്ഥതയാണ് ദേഷ്യം. 25 പേരുടെ വോട്ട് ചേർത്തില്ല എന്നൊരു ആദിവാസി യുവാവ് എന്നോട് വന്ന് പറയുന്നു. ഇവിടെ 25 പേരുണ്ട്, 18 വയസ്സ് തികഞ്ഞവർ. അവരുടെ കന്നി വോട്ടാണ്. അവരെ വോട്ട് ചേർത്തിട്ടില്ല നിങ്ങളുടെ ബൂത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ബൂത്തിൻ്റെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. അതാണോ? എൻ്റെ നേതാക്കൾ വിളിച്ച് ഫയർ ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തർ ഓരോ കാര്യത്തിന്. എന്നെ ഫയർ ചെയ്തിട്ടുണ്ടല്ലോ. നേരിടും. ആ ശാസനയിൽ നിന്ന് വളരണം. അത്രയുണ്ട്. എല്ലാം നന്നാവാൻ വേണ്ടിയാണ്. പോയല്ലോ, പത്രക്കാർ പോയിട്ട് അവർ കേൾക്കാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രന്റെ കുറച്ച് പേരുണ്ട്. ഒരു ഫോട്ടോ അല്ല, അത് മുഖ്യമന്ത്രി എടുത്ത് അല്ലല്ല ഇല്ല ചെയ്തു തരും. അതിന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇംഗ്ലീഷിക്കോ